500ഓളം വിമാനങ്ങളും 15ഓളം പുതിയ ട്രെയിനുകളും വാങ്ങാനൊരുങ്ങുകയാണ് സൗദി അറേബ്യ. ഈ ഓർഡറിൽ പലതും സൗദി അറേബ്യയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. സൗദി അറേബ്യയുടെ എണ്ണ ഇതര വരുമാനം വർദ്ധിപ്പിക്കുന്നതിൽ പ്രധാനപ്പെട്ട ഒരു രംഗമായിരിക്കും ടൂറിസവും ലോജിസ്റ്റിക്സും. അതുകൂടി മുന്നിൽ കണ്ടാണ് ഈ പുതിയ നീക്കം. ഇതിലേറ്റവും പ്രധാനപ്പെട്ട പദ്ധതികളിൽ ഒന്ന് റിയാദിനെയും ജിദ്ദയെയും ബന്ധിപ്പിക്കുന്ന അതിവേഗ റെയിൽപാതയാണ്. സൗദിയുടെ വ്യോമയാന മേഖലയിൽ ദേശീയ വിമാന കമ്പനികൾക്കായി ഓർഡർ ചെയ്ത വിമാനങ്ങളുടെ എണ്ണം 500 കവിഞ്ഞിട്ടുണ്ട്. സൗദി ഗതാഗത മന്ത്രി സ്വാലിഹ് അൽ ജാസറാണ് ഇക്കാര്യം അറിയിച്ചത്. സൗദിയിലെ ബജറ്റ് ഫോറത്തിലായിരുന്നു ഇക്കാര്യം അദ്ദേഹം വിശദീകരിച്ചത്. കോവിഡിന് മുമ്പ് സൗദി വിമാനങ്ങൾ സർവീസ് നടത്തിയ എയർപോർട്ടുകൾ 100 ഇടങ്ങളിലേക്കായിരുന്നു. ഇപ്പോഴത് 172 ഉയർന്നു. 2030ഓടെ ലക്ഷ്യസ്ഥാനങ്ങൾ 250 ആക്കാനാണ് ലക്ഷ്യം. കഴിഞ്ഞ വർഷം എയർ കാർഗോ 30% വളർച്ച കൈവരിച്ചത്. 2030ഓടെ 35 ലക്ഷം ടൺ എത്തിക്കാനാണ് ലക്ഷ്യം. ഇതിനായി പുതിയ കാർഗോ വിമാനങ്ങളും വൈഡ് ബോഡി യാത്രാ വിമാനങ്ങളുടെ എണ്ണവും വർദ്ധിപ്പിക്കുന്നുണ്ട്. അന്താരാഷ്ട്ര സിവിൽ ഏവിയേഷൻ ഓർഗനൈസേഷൻ, ഇന്റർനാഷണൽ മാരിടൈം ഓർഗനൈസേഷൻ, യൂണിവേഴ്സൽ പോസ്റ്റൽ യൂണിയൻ തുടങ്ങിയ സംഘടനകളിൽ സൗദി അറേബ്യ സാന്നിധ്യവും ഉറപ്പിച്ചു കഴിഞ്ഞു. ഈ വർഷം 160 എയർബസ് വിമാനങ്ങൾക്ക് കൂടിയാണ് സൗദി അറേബ്യ ഓർഡർ നൽകിയത്. ഫ്ലൈനാസിന് മാത്രമായിട്ടായിരുന്നു ഈ ഓർഡർ. ഇതോടെ ഫ്ലൈനാസ് ആകെ ഓർഡർ ചെയ്ത വിമാനങ്ങൾ 280 ഉയർന്നു. 2007 ആരംഭിച്ച ഫ്ലൈനാസിന് കഴിഞ്ഞ വർഷം വരെ വെറും 49 വിമാനങ്ങൾ മാത്രമാണ് ഉണ്ടായിരുന്നത്. സൗദിയിലെ ശതകോടീശ്വരനായ വലീദ് ബിൻ തലാലിന്റെ കിങ്ഡം ഹോൾഡിംഗ് കമ്പനിയുടേതായിരുന്നു ഫ്ലൈനാസ്. ഇന്നതിന്റെ 17% ഓഹരി സൗദി ഭരണകൂടത്തിന്റെ പബ്ലിക് ഇൻവെസ്റ്റ്മെന്റ് ഫണ്ടിനാണ്. ദേശീയ വ്യോമയാന പദ്ധതികൾക്കനുസരിച്ച് ഫ്ലൈനാസിനെയും വിപുലീകരിക്കുവാനാണ് നീക്കം. ഇതിനായി വിമാനങ്ങളുടെ എണ്ണം ഘട്ടം ഘട്ടമായി 250 വരെയാക്കി ഉയർത്തും. ലോകത്തെ ഏറ്റവും മികച്ച 10 ബജറ്റ് വിമാന കമ്പനികളിൽ ഒന്നായി മാറാനാണ് ഫ്ലൈനാസിന്റെ ശ്രമമെന്ന് സിഇഒ ബന്ദർ അൽ മുഹന്ന പറഞ്ഞിരുന്നു. നിലവിൽ സൗദിയിലെയും വിദേശങ്ങളിലെയും 70ലേറെ നഗരങ്ങളിലേക്ക് ഫ്ലൈനാസ് സർവീസ് നടത്തുന്നുണ്ട്. സൗദിയിലെ ദേശീയ വിമാന കമ്പനിയായ സൗദി എയർലൈൻസും 105 പുതിയ വിമാനങ്ങൾക്കുള്ള പുത്തൻ ഓർഡറുകളിലൂടെ വ്യോമയാന രംഗത്തെ ഞെട്ടിച്ചിരുന്നു. നിലവിൽ സൗദി എയർലൈൻസിനുള്ളത് 143 വിമാനങ്ങളാണ്. കഴിഞ്ഞ വർഷം മെയ് മാസത്തിലാണ് വിമാനങ്ങൾ വാങ്ങുന്ന കരാറിൽ സൗദി എയർലൈൻസ് ഒപ്പുവെച്ചത്. സൗദി എയർലൈൻസിന് കീഴിലുള്ളതാണ് ബജറ്റ് എയർലൈനായ ഫ്ലൈ അദീൽ. സൗദിയിലെ ഏറ്റവും കുറവ് നിരക്കുള്ള വിമാന കമ്പനി കൂടിയാണിത്. പുതുതായി സൗദി എയർലൈൻസ് നൽകിയ 105 പുതിയ വിമാനങ്ങളിൽ പകുതിയോളം ബജറ്റ് സർവീസ് നടത്തുന്ന ഫ്ലൈ അദീലിനു വേണ്ടിയും ഉപയോഗിക്കും. പുതുതായി സൗദി അറേബ്യ പ്രഖ്യാപിച്ചിരുന്ന റിയാദ് എയറിന്റെ സർവീസും ഔദ്യോഗികമായി ആരംഭിച്ചിട്ടുണ്ട്. ഇതിനായുള്ള ഓർഡറിൽ ആകെ 39 വിമാനങ്ങളാണ് വരും മാസങ്ങൾക്കകം ലഭിക്കുക. ോടെ പ്രതിവർഷ വിമാനയാത്രക്കാരുടെ എണ്ണം 33 കോടിയായി ഉയരുമെന്നാണ് സൗദി അറേബ്യയുടെ പ്രതീക്ഷ. എയർ കാർഗോ 45 ലക്ഷം ടൺ ആയും ഉയർത്തും. ഇതിനനുസരിച്ച് ഓരോ വിമാനത്താവളങ്ങളെയും രാജ്യത്ത് വികസിപ്പിക്കുന്നുണ്ട്. ലക്ഷത്തിലേറെ തൊഴിലുകൾ നേരിട്ടും അല്ലാതെയും ഇതുവഴി സൃഷ്ടിക്കും. പ്രവാസികൾക്കും ഇതിനകം അവസരങ്ങൾ ലഭിച്ചുകൊണ്ടിരിക്കുന്നു. ഗതാഗത മേഖലയിലും ഒപ്പം തന്നെ ലോജിസ്റ്റിക്സ് മേഖലയിലും സൗദി അറേബ്യ നടപ്പാക്കാൻ പോകുന്ന അടുത്ത ശ്രദ്ധേയമായ പദ്ധതികൾ റെയിൽവേയിലാണ്. സൗദി അറേബ്യ നടപ്പാക്കാൻ പോകുന്ന ചരക്കു നീക്ക ട്രെയിൻ പദ്ധതി റോഡിൽ നിന്നും 15 ലക്ഷം ട്രക്കുകൾ ഒഴിവാക്കാൻ സഹായിക്കുമെന്ന് ഗതാഗത മന്ത്രി ചൂണ്ടിക്കാട്ടുന്നു. 10 പുതിയ ട്രെയിനുകൾക്ക് സൗദി ഓർഡർ നൽകി കഴിഞ്ഞു. ജിദ്ദയെയും റിയാദിനെയും ബന്ധിപ്പിക്കുന്ന പുതിയ ട്രെയിൻ സർവീസ് വഴി 4 മണിക്കൂർ കൊണ്ട് 2 ഇടങ്ങളിലേക്കും പോകാം. ദേശീയ ഗതാഗത ലോജിസ്റ്റിക്സ് തന്ത്രപ്രകാരം റെയിൽവേ നെറ്റ്വർക്കിന്റെ ഇപ്പോഴത്തെ നീളം 5500 കിലോമീറ്ററാണ്. ഇത് 8000 കിലോമീറ്ററാക്കി വർദ്ധിപ്പിക്കാനാണ് പദ്ധതി. ഇത് ഗൾഫ് രാജ്യങ്ങളെയും അറബ് ലോകത്തെയും ബന്ധിപ്പിക്കുന്ന കേന്ദ്ര ലോജിസ്റ്റിക്സ് ഹബ്ബാക്കി സൗദി അറേബ്യയെ മാറ്റും.
ഈ വർഷം പരമ്പരാഗത പാസഞ്ചർ ട്രെയിനുകൾക്കായി 10 പുതിയ ട്രെയിനുകളുടെ ഓർഡർ നൽകുമെന്ന് സൗദി ഗതാഗത മന്ത്രിയാണ് അറിയിച്ചത്. ഏകദേശം 58,000 കോടി രൂപ ചെലവിലായിരിക്കും റെഡ് സീയിലെ ജിദ്ദയും അറേബ്യൻ ഗൾഫിലെ ദമാമും റിയാദ് വഴി ബന്ധിപ്പിക്കുന്ന 1500ഓളം കിലോമീറ്റർ നീളമുള്ള റെയിൽവേ. ഇതാണിപ്പോൾ ലോകശ്രദ്ധ നേടുന്നത്. കാരണം വിപുലീകരിച്ചാൽ ഈ പദ്ധതി സമീപ രാജ്യങ്ങളായ ജോർദാനെ ഉൾപ്പെടെ ബന്ധിപ്പിച്ചുകൊണ്ട് യൂറോപ്പിനടുത്തേക്ക് വരെ എത്തിക്കുവാനാകും. ജിദ്ദ തുറമുഖം പോലെയുള്ള പദ്ധതി പ്രദേശങ്ങളും യാംബോ പോലെയുള്ള വ്യവസായ നഗരങ്ങളും ഇതിൽ ബന്ധിപ്പിക്കും. ഫലത്തിൽ വർഷം 50 മില്യൺ ടൺ ചരക്ക് വരെ ഇതിന് കൈകാര്യം ചെയ്യാനാകും. GCCയിലെ തന്നെ സുപ്രധാന ചരക്കു നീക്ക കേന്ദ്രമാക്കി കൂടി സൗദിയെ ഇതുവഴി മാറ്റുകയാണ് ലക്ഷ്യം.